ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സഞ്ചരിച്ചു. പിന്നെ എഴുത്തുകാരനായി. വിവരക്കേടുകളും അനുഭവങ്ങളുമായിരുന്നു സമ്പത്ത്. മലയാള സാഹിത്യത്തിൽ ഏറ്റവും വായിക്കപ്പെട്ട എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാവൂ: വൈക്കം മുഹമ്മദ് ബഷീർ, മലയാളത്തിന്റെ അക്ഷര സുൽത്താൻ. 1908 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം എങ്ങനെ അക്ഷര സുൽത്താനായി മാറി, ബേപ്പൂർ സുൽത്താനായി മാറി? എങ്ങനെ അദ്ദേഹം നമ്മുടെ എല്ലാം മനസ്സിൽ ഒരിക്കലും മായാത്ത ചിരിയുടെ ചിന്തിപ്പിക്കുന്ന ഒരു മുഖമായി മാറി എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? കാരണം 1994 ജൂലൈ 5 അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയപ്പോൾ നമുക്കുണ്ടായ, അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിനുണ്ടായ നഷ്ടം അത് ഏറെ വലുതാണല്ലേ. ജൂലൈ 5 ബഷീർ ദിനം. ഈ ഒരു ദിവസം നമ്മളെ ഓർക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട അദ്ദേഹത്തിൻ്റെതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ബഷീർ എങ്ങനെ എഴുത്തുകാരനായി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അദ്ദേഹം ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ജയകേസരി എന്ന പത്രത്തിന്റെ പത്രാധിപരെ പോയി കണ്ടു. എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. ജോലിയൊന്നും ഇവിടെ തരാനില്ല, വേണമെങ്കിൽ ഒരു കഥ എഴുത് എന്ന് പറഞ്ഞു. അങ്ങനെ നിവൃത്തികേട് കൊണ്ടാണ് ബഷീർ തന്റെ ആദ്യത്തെ കഥയായ തങ്കം എഴുതിയത്. അങ്ങനെ ബഷീറും ഒരു എഴുത്തുകാരനായി. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത പരിസരത്ത് നിന്ന് തന്നെ ഉള്ളതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ രസകരമാണ് അദ്ദേഹത്തിന്റെ ഓരോ ചിന്തകളും. ബാല്യകാല സഖി എന്ന അദ്ദേഹത്തിന്റെ നോവലില് ഒരു ഭാഗമുണ്ട്. നാരായണപിള്ള സാറ് ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടുമായി ചോദിച്ചു, ഒന്ന് എത്രയാന്ന്? നമ്മളാണെങ്കിൽ എന്തുത്തരം പറയും? 2 എന്നല്ലേ? എന്നാൽ മജീദിന്റെ ചിന്ത പോയത് മറ്റൊരു തരത്തിലായിരുന്നു. സുഹൃത്തായ സുഹറ സ്ലേറ്റിൽ വലുതാക്കി എഴുതി കാണിച്ചു 2 എന്ന്. പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. നമ്മുടെ മജീദ് മൈൻഡ് ചെയ്തില്ല. മജീദിന്റെ ചിന്തയിൽ മുഴുവൻ തന്റെ വീടിന്റെ മുന്നിലൂടെ ഒഴുകുന്ന മൂവാറ്റുപുഴയാറായിരുന്നു. അതിന്റെ 2 കൈവഴികൾ ചേർന്ന് തന്റെ വീടിന് മുൻപിൽ എത്തുമ്പോൾ ഒരു പുഴയായി ചേരുന്ന ആ ഒരു ചിന്ത മജീദിന്റെ മനസ്സിലേക്കും വന്നു. എന്നിട്ട് മജീദ് ഉത്തരം പറഞ്ഞത് എന്താണെന്നോ? ഒന്നും ഇമ്മടി ബല്ലി ഒന്നാം ആശയെന്ന്. കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതായിരുന്നു ബഷീറിയൻ സ്റ്റൈലി. നമ്മളെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ബഷീറിയൻ സ്റ്റൈലില് മറ്റ് പല കഥാപാത്രങ്ങളും നമുക്ക് ഇതേ അനുഭവം തന്നെയാണ് തരുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രേമലേഖനം സാറാമ്മയും കേശവൻ നായരും ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിനിടാൻ വെച്ച പേര് ആകാശമിട്ടായി എന്നായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയാണല്ലേ. ഹൃദയത്തിൽ തറച്ച മുള്ളുകളെ എഴുത്തിലൂടെ പൂക്കളാക്കി മാറ്റിയ മായാജാലക്കാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമായും മണ്ടം മുത്തപ്പയും ഒറ്റക്കണ്ണൻ പോക്കറും എന്ന് തുടങ്ങി എത്രയെത്ര കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് മുമ്പിലേക്ക് വെച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിത പരിസരത്തിൽ നിന്നും എടുത്ത ഒരു കഥയാണ് പാത്തുമ്മയുടെ ആട്. എല്ലാവർക്കും അറിയാം അല്ലെ? ആടിനെ പ്രധാന കഥാപാത്രമാക്കിയ ആ നോവലിന് മറ്റൊരു പേരുമുണ്ട്, പെണ്ണുങ്ങളുടെ ബുദ്ധി. കുറെ പെണ്ണുങ്ങളുടെ ബുദ്ധിയാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കഥയിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും സഹോദരികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ കഥയാണ്. മക്കൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും എന്നറിയാം. അതിൽ ആടിനെ എന്താണ് അദ്ദേഹം വിളിക്കുന്നതെന്നറിയോ? അജസുന്ദരി എന്ന്. അല്ലയോ അജസുന്ദരി എന്ന്. ആടിന് തിന്നാൻ പുസ്തകങ്ങൾ കൊടുക്കുന്ന ആളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. 100 രൂപ കിട്ടിയാൽ 10 രൂപ ആടിന് തിന്നാൻ കൊടുക്കുന്ന ബഷീർ. എന്ത് വ്യത്യസ്തമാണല്ലേ അദ്ദേഹത്തിന്റെ രീതികളും എഴുത്തുകളും. പൂവിനെയും പൂമ്പാറ്റയെയും കാക്കയെയും പൂച്ചയെയും കീരിയെയും പാമ്പിനെയും എന്ന് വേണ്ട, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള ഓരോന്നിനെയും കഥാപാത്രമാക്കി മാറ്റുന്നതില് അദ്ദേഹത്തിനുള്ള ഒരു കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിൽ ഒരു മൂക്കാണ് കഥാപാത്രമായി വരുന്നത്. അനുപ്രതി അല്ലെങ്കിൽ ദിനം പ്രതി വളർന്നു വരുന്ന ഒരു മൂക്ക് കാരണം പ്രശസ്തനായ ഒരാളുടെ കഥ. ഇതെല്ലാം ഓരോരുത്തരും വായിക്കേണ്ടതാണ്. മലയാള ഭാഷയെയും ഭാവനയെയും അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തിയ അപൂർവ പ്രതിഭാശാലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരേയൊരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ, അക്ഷര സുൽത്താൻ. അദ്ദേഹം ഓർമ്മയായിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഓർക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം എഴുത്തിൽ
നിലനിർത്തിയ ആ ഒരു ഭംഗിയും ചിന്തയും അല്ലെങ്കിൽ സാഹിത്യത്തിൽ നിന്നെല്ലാം മാറി, സാഹിത്യ ഭാഷയിൽ നിന്നും മാറി അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി തന്റെ എഴുത്തില് അദ്ദേഹം നിലനിർത്തിയത് കൊണ്ട് മാത്രമാണ്. അപ്പോ എല്ലാവരും ഈ ഒരു ബഷീർ ദിനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥകളൊക്കെ തെരഞ്ഞു പിടിച്ച് വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ നിങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയണമെന്നാണ് ഈ ഒരു ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്. ലോകാലോകങ്ങളുടെ സൃഷ്ടാവിൽ എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിന്റെ ഈ മഹാപ്രാഭം, ഈ മഹാത്ഭുതം. ഞാൻ വളരെ ചെറിയ ജീവിയാണ്. ചെറിയ മനസ്സിന് ഗ്രഹിക്കാൻ അസാധ്യമായ ബ്രഹ്മാണ്ഡ പ്രശ്നം. വേണ്ട, എനിക്ക് ബുദ്ധി വേണമെന്നില്ല. ഒരു പക്ഷിയായാൽ മതി, ഒരു പുൽക്കുടിയായാൽ മതി. പക്ഷേ മനുഷ്യനായിപ്പോയി. ഇത് വലിയ അനുഗ്രഹവുമാണ്. ആരാണ് എന്റെ കാൽപ്പാടുകളെ മായ്ച്ചു കളയുന്നത്? എത്രയോ സ്ഥലങ്ങളിൽ എന്റെ വലിയ കാൽപ്പാടുകൾ വന്നു. അജ്ഞാത സുഹൃത്ത്, ഒരു ചോദ്യചിഹ്നം മാത്രമേ എനിക്ക് തരുവാനായി എന്റെ വക്രതയുള്ളൂ. ഞാനിത് മായ്ച്ചു കളയുവാൻ ശ്രമിച്ചതാണ്, പക്ഷേ ഫലിക്കുന്നില്ല.